21 സെപ്റ്റംബർ 2023 ഇന്നത്തെ ദിവസം രാവിലെ ചെന്നപ്പം കുറച്ച് പ്ലാന്റുകളൊക്കെ ഒന്ന് ഇറക്കി നമ്മളെ നഴ്സറി തുറക്കുന്ന വീഡിയോയും അതേപോലെ തന്നെ ഫുള്ള് നെറ്റ് വലിച്ച് ഇറക്കുന്ന വീഡിയോയും എന്താണ് കണ്ടില്ലേ, നല്ല രസമാണ് ഇത് രാവിലെ കാണാനായിട്ട്. എല്ലാം രാവിലെ മഞ്ഞൊക്കെ വീണ് നിൽക്കുന്ന സമയത്ത് രാവിലെ ഒരു എന്താ പറയുക ഫുള്ള് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എടുത്ത വീഡിയോ ആണ്. നല്ല രസമല്ലേ പ്ലാന്റ് കാണാൻ. നല്ല കിടിലം കുറച്ച് ഇലച്ചെടി ഇതാണ്ട് ക്രോട്ടൺ പ്ലാന്റ്, അതേപോലെ തന്നെ നല്ല സുന്ദരമായ യുജീനിയ, അതേപോലെ തന്നെ വേരിഗേറ്റഡ് യുജീനിയയുടെ വലിയ ചെടി, കുറേ തെങ്ങൻ തൈകൾ, അതേപോലെ തന്നെ യുജീനിയ മറ്റേ എന്താ പറയുക നോർമൽ വെറൈറ്റി യുജീനിയ, അതേപോലെ നല്ല തെറ്റിച്ചെടികൾ, തെറ്റി എന്ന് പറഞ്ഞാൽ ഭദ്രകാളി തെറ്റി മുതൽ ഇങ്ങോട്ടുള്ള കുറേ വെറൈറ്റി തെറ്റികൾ, ചെറിയ തൈകൾ മുതൽ മുസാന്ത, നല്ല അടിപൊളി മുസാന്തയുടെ തൈ കേട്ടോ. അതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ പ്ലാന്റുകൾ അകത്തോട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഫ്രണ്ട് നെറ്റ് തുറന്ന് രാവിലെ വന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. നല്ല യുജീനിയ പ്ലാന്റ് മുതൽ ജെറിബറ വരെ, ജെറിബറ കുറേ പ്ലാന്റ്, ജെറിബറയുടെ തൈരിപ്പുണ്ട്. അതേപോലെ തന്നെ യുജീനിയയുടെ വലിയ പ്ലാന്റ് നല്ല ഡാർക്ക് കളറിലുള്ളതും അതേപോലെ തന്നെ ലൈറ്റ് കളറുള്ളതും അതിനകത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ബാമ്പുവിൻ്റെ കുറച്ച് പ്ലാന്റ്, അത് 10 കവർ പ്ലാന്റ് ആണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ലോറ പെറ്റാല, സ്വല്പം പന ഇനങ്ങൾ, അതേപോലെ തന്നെ ദാണ്ടെ നല്ല സുന്ദരമായ വലിയ കവറിലുള്ള മെലസ്റ്റോമ പ്ലാന്റ്. മെലസ്റ്റോമ നമ്മൾ പഴയ കലമ്പട്ടിയുടെ വേറൊരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ദാണ്ടെ ഇതേതായിരുന്നു ഗോൾഡൻ ട്യൂണിഫറസ് ഇതേപോലെ വളരുന്ന പ്ലാന്റാണ്. വെള്ളം ഓവറായിട്ട് കെട്ടി നിൽക്കാതിരിക്കുക, അതേപോലെ തന്നെ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലപോലെ കയറി വരും. തെറ്റിയുടെ ചെടി, തെറ്റി നല്ല ബുഷായിട്ട് നിൽക്കുന്ന കുറേ തെറ്റികൾ, അതിൻ്റെ തൈകളും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നിക്കോഡിയ പ്ലാന്റ്, നല്ല അടിപൊളി നിക്കോഡിയ പ്ലാന്റ്, നിക്കോഡിയയുടെ വലിയ കവറിലുള്ള പ്ലാന്റുണ്ട്, ചെറിയ കവറിലുള്ള പ്ലാന്റുണ്ട്. അതേപോലെ തന്നെ ലോറ പെറ്റാലയുടെ വലിയ കവറിലുള്ള വലിയ ചെടിയും ചെറിയ കവറിലുള്ള ചെറിയ ചെടിയും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കുറച്ച് റോസാ ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം കുറച്ചും കൂടെ ഇത് ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ തീർന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അതും കൂടെയൊക്കെ ഒന്ന് ഓർക്കുക. ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നമ്മുടെ നഴ്സറി ഇവിടെ ആശ്രാമ മൈതാനത്ത്. ചിലപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വലിയ കവർ റോസ്, ജെറിബറ ഇപ്പോൾ ഇത് രണ്ടും കൂടെ ഇന്ന് ഒന്നാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. ഇടയ്ക്ക് നല്ല ഗ്യാപ്പിലുള്ള പ്ലാന്റുകളൊക്കെ വിറ്റ് പോയേക്കുന്ന പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ വെള്ളം ഓവറായിട്ട് കൊടുക്കാതിരിക്കേണ്ട പ്ലാന്റാണ് ഈ ജെറിബറ പ്ലാന്റ്. ലൈറ്റായിട്ട് ഇച്ചിരി എല്ലുപൊടി നഖമൊക്കെ വളമായിട്ട് കൊടുക്കുക. ഈ കവറിൽ നിന്ന് ഇതിനെ മാറണം. ഈ കവറിൽ നിന്ന് ഇതിനെ മാറിയിട്ട് വേണം പ്ലാന്റ് ചെയ്യാനായിട്ട്. അതും കൂടെയൊക്കെ ഒന്ന് ഓർക്കുക. സാധാ നാടൻ മണ്ണിനകത്തൊക്കെ പ്ലാന്റ് ചെയ്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതിനകത്ത് തൈകളെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ഉണ്ട്. ഒന്നിനകത്ത് തന്നെ 2 തൈ 3 തൈയൊക്കെ ഉള്ളതുണ്ട്. അതിനെ എടുത്തുകൊണ്ട് ചെന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുക. അതേപോലെ തന്നെ ചെറിയ കവറിലുള്ള റോസ് 3 100 രൂപ ടൈപ്പ് റോസ് എന്നുള്ളതിനൊക്കെ ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് സെയിൽ നടക്കുക. സോറി, ഞാൻ പറയാൻ മറന്നുപോയി. 2 ദിവസം മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ആളുകൾക്ക് അറിയായിരിക്കും. 10% ഡിസ്കൗണ്ട് മുതൽ 20% വരെ ഡിസ്കൗണ്ട് ഫ്രൂട്ട് ഐറ്റത്തിനൊക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. വലിയ കവറിലുള്ള റോസ്, ചെറിയ കവറിലുള്ള റോസ്, ചട്ടിയിലുള്ള റോസ്, ചെറിയ ചട്ടിയിലുള്ള റോസ്, കുറേ പഴച്ചെടികൾ, അതുപോലെ നാടൻ വെറൈറ്റി റോസ്, കാശ്മീർ റോസ്, ബട്ടൺ റോസ്, അങ്ങനെ കുറേ പ്ലാന്റുകൾ അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. പച്ചക്കറി തൈകൾ, മുന്തിരി തൈകൾ, അതേപോലെ തന്നെ തെറ്റി തൈകൾ, ശ്രീലങ്ക മുല്ലയുടെ തൈയാണ് ഈ കാണുന്നത്. ശ്രീലങ്ക മുല്ലയുടെ തൈ, അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. മാന്തയ്യ്, പ്ലാന്തയ്യ്, തെങ്ങൻ തയ്യ്, അങ്ങനെ ഫ്രൂട്ട് ഐറ്റം ജബോട്ടിക്കാബയുടെ തൈ ഇരിപ്പുണ്ട്. സ്ട്രോബെറി ഇഷ്ടം പോലെ 400ഓളം സ്ട്രോബെറി ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്രാവശ്യം സ്ട്രോബെറി എടുത്ത് ഇച്ചിരി കൂടിപ്പോയി. 400 സ്ട്രോബെറി ഉണ്ട്. അതേപോലെ ഇത് റോസിഡ പ്ലാന്റ് കേട്ടോ. റോസിഡ എന്നറിയപ്പെടുന്ന പ്ലാന്റ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് റോസിഡ്സ് അല്ലെങ്കിൽ റോസിഡ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതിൻ്റെ കുറച്ച് ഇപ്പോൾ അവിടെ പൂത്തിരിക്കുന്ന പ്ലാന്റ് കേട്ടോ. ഈ പൂവുള്ള പ്ലാന്റ് ചോദിക്കല്ലേ, തൈയുണ്ട്. അതേപോലെ തന്നെ ദാണ്ട് ഫിഡിൽ ലീഫ് ഫിഗ്, അതേപോലെ തന്നെ കുറേ ഇൻഡോർ പ്ലാന്റ് ഏരിയയിൽ വെച്ചിരിക്കുന്ന കുറേ ഇൻഡോർ പ്ലാന്റുകൾ, അതേപോലെ പിന്നെന്തൊക്കെയാണ് അതൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അതേപോലെ ബിഗോണിയ പ്ലാന്റ് കുറച്ചിരിപ്പുണ്ട്. അതേപോലെ തന്നെ ഇത്
ഇലയ്ക്കൊരു മഞ്ഞ നിറത്തോടു കൂടിയ വേരിയേറ്റഡ് ആയിട്ടുള്ള നന്ദ്യാർവട്ടം. അതേപോലെ തന്നെ ഇത് കൊളറോമ, പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കൊളറോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അതേപോലെ തന്നെ ഇത് അങ്ങനെ ഒരുപാട് ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളും സെമി ഷെയ്ഡ് പ്ലാന്റുകളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്ലാന്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും. ലവ് അലക്കേഷ്യ ഒരു രക്ഷയില്ല. നല്ല കിടിലം കിടക്കാച്ചി കിണ്ണം കാച്ചിയ പോലെ ഉള്ള നല്ല സുന്ദരമായ ലവ് അലക്കേഷ്യ പ്ലാന്റ് ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് ചെന്ന് കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും. അതേപോലെ ഇലിമ്പി ഊതുമരത്തിൻ്റെ തൈ അറിയാമല്ലോ, ഊതുമരം, അത്ര ഉണ്ടാക്കുന്ന ഊതുമരത്തിൻ്റെ തൈ. ഇത് നമ്മളെ ലവ് അലക്കേഷ്യയുടെ ഒരു മദർ പ്ലാന്റ്. നോക്കി എന്തുമാത്രം തൈകളതിനകത്ത് നിൽക്കുന്നതെന്ന്. ഒരു രക്ഷയില്ല. ഒരു ചട്ടിയിട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഗമാലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ തൈ ആശ്രമ മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും. എല്ലാം ഏത് ചെടി എടുത്താലും ടോട്ടലിൻ്റെ 10% മുതൽ 20% വരെ ഉണ്ട്. 10% ഫ്ലവർ ഐറ്റത്തിനും 20% ഫ്രൂട്ട് ഐറ്റത്തിനുമാണ് ഇപ്പം സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ആവശ്യമുള്ള പ്ലാന്റുകൾ വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ബാസ്ക്കറ്റ് പ്ലാന്റൊക്കെ ഏകദേശം തീരാറായി. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഓർക്കിഡും ഏകദേശമൊക്കെ തീരാറായ മട്ടിലാണ്. എന്തായാലും 2 ദിവസത്തിനകത്ത് ഒരു ലോഡ് കൂടെ നമ്മളെ നഴ്സറിയിലേക്ക്, രണ്ടാംകുറ്റി നഴ്സറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അന്നേരം എന്തായാലും വരുവാണെന്നുണ്ടെങ്കിൽ അതും നമ്മളിവിടെ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ ഇതിൻ്റെ പൂ പോയ കുറച്ച് പ്ലാന്റുകൾ കൊടുക്കാനുണ്ട് കേട്ടോ. അതായത് ഈ വലിയ പ്ലാന്റ് പൂ പോയതിന് ശേഷം കട്ട് ചെയ്തിട്ട് വെച്ചേക്കുന്ന കുറച്ച് പ്ലാന്റുകൾ കൊടുക്കാനുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ റേറ്റ് കുറച്ച് നമുക്ക് അതിനകത്ത് തരാനായിട്ട് സാധിക്കും. അവിടെ ചെന്നിട്ട് കണ്ടിട്ട് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകളുടെ കുറച്ച് പ്ലാന്റുകളുണ്ട്. അന്നേരം ഒരുപാട് ഐറ്റം അതേപോലെ ഉണ്ട്. പിന്നെ എന്തായാലും കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ നമ്മൾ എക്സിബിഷൻ. അന്നേരം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നിങ്ങൾക്ക് അവിടെ വന്ന് പ്ലാന്റ് വാങ്ങാനായിട്ട് സാധിക്കും. ദാണ്ടെ സ്ട്രോബെറിയുടെ പ്ലാന്റ് ഇരിക്കുന്ന കേട്ടോ, ഒരു രക്ഷയില്ല. 100 രൂപ 150 രൂപ നിരക്കിലുള്ളത് ഉണ്ടായിരുന്നു. ചട്ടിയിലുള്ള വലിയ പ്ലാന്റ് 150 രൂപ സൈസായിരുന്നു. പക്ഷേ അതൊക്കെ തീർന്നു. ഇനിയിപ്പോൾ കവർ പ്ലാന്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് തയ്യ്, അതുപോലെ തന്നെ പേര, തായ്ലൻഡ് ജംബോ പേര, കിലോ പേര, വയലറ്റ് പേര, ജബോട്ടിക്കാബ പഴം, സപ്പോട്ടപ്പഴം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്നാലും അതും കൂടെയൊക്കെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാ ആശ്രമത്തോട്ട് പോരുമല്ലേ? അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാര്യം അറിവ് പകരുന്ന ഒരു ചാനലാണ്. അതാണ്ട് ഒലിവ് മരത്തിൻ്റെ തൈ ഇപ്പോൾ കണ്ടത്. അതേപോലെ തന്നെ മാവിൻ്റെ ഫ്ലവർ ചെയ്ത വലിയ മാവും വലിയ ഡ്രമ്മിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ മാവ്, അതുപോലെ ചെറിയ മാവിൻ്റെ തൈകൾ, പല വെറൈറ്റി മാവിൻ തൈകൾ, ചെമ്പരത്തി തൈകൾ, ഒരുപാട് ഐറ്റം ഉണ്ട്. അന്നേരം ആശ്രമം മൈതാനത്താണ്. കുറച്ച് ദിവസം കൂടിയുള്ളൂ. ആവശ്യമുള്ള പ്ലാന്റുകൾ വന്ന് തിരഞ്ഞെടുത്തു. എല്ലാവർക്കും ഡിസ്കൗണ്ട് സെയിലിൽ ആവശ്യമുള്ള പ്ലാന്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. അന്നേരം മറക്കണ്ട, നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. ഈ പേജ്, അതായത് കുമാർ നഴ്സറി കൊല്ലം എന്ന് പറഞ്ഞ പേജും ഫേസ്ബുക്കിലെ പേജും ഒന്ന് ഫോളോ ചെയ്ത് കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്ന ചാനലുണ്ട്. അതിനകത്ത് പുതിയ അപ്ഡേറ്റൊക്കെ അറിയാൻ പറ്റും. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്